ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ സാലഡാണ്. ആ സാലഡിന്റെ പേര് റഷ്യൻ സാലഡ്. നമുക്ക് ആ സാലഡിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് ഞാൻ ഇപ്പോൾ ഒരു ക്യാരറ്റ് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു പൊട്ടറ്റോ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, പൊമഗ്രനേറ്റ്, പൈനാപ്പിൾ, ബീൻസ്, ഗ്രീൻ പീസ്, മയണൈസ് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. അതിന്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം ബോയിൽ ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഫ്ലെയിം ഓൺ ചെയ്ത് ബോയിൽ ചെയ്യാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം ഒന്ന് ചൂടാകണം. അതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഒരു 2 മിനിറ്റ് ബോയിൽ വേണം. ഇത് ഹാഫ് കുക്ക് ആയാൽ മതി. ക്യാരറ്റ് ഇപ്പൊ ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. ക്യാരറ്റ് ഇപ്പൊ ഏകദേശം ആയി. നമുക്ക് ഇതിന് വെള്ളം മാറാൻ വേണ്ടിയിട്ട് വെക്കാം. ഇതിലേക്ക് ബീൻസ് ഇട്ട് കൊടുക്കാം. ബീൻസും ഒരു ഹാഫ് കുക്ക് ആയാൽ മതി. ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് ഏകദേശം കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം മാറാനായിട്ട് മാറ്റാം. ഇത് ഫുള്ളായിട്ട് വേവുന്നത് വരെ നമുക്ക് ചൂടാക്കണം. വെജിറ്റബിൾസ് കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് വെള്ളത്തിൽ കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. പൊട്ടറ്റോ ഒരു നല്ലോണം വെന്തിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിനെ എടുക്കാം. ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഗ്രീൻ പീസും ഒരു നല്ലോണം വേവണം. ഒരു 5 മിനിറ്റ് വെക്കണം. ഗ്രീൻ പീസ് ഏകദേശം വെന്തിട്ടുണ്ട്. നിങ്ങൾ ഈ വെജിറ്റബിൾസ് എല്ലാം വേവിക്കുമ്പോൾ ഉപ്പ് ചേർക്കാൻ മറക്കരുത്. നമുക്ക് ഈ
ഗ്രീൻ പീസ് എടുക്കാം. വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസിനും ഫ്രൂട്ട്സിനെയും ഈ ബൗളിലേക്ക് ഇട്ട് മിക്സ് ചെയ്യാം. ഇത് നല്ലോണം ഇനി നമ്മൾ വെജിറ്റബിൾസിനൊക്കെ ഇട്ട് നല്ല മിക്സ് ചെയ്യണം. പോമഗ്രാനേറ്റ്, പൊട്ടാറ്റോ, പൈനാപ്പിൾ, പിന്നെ നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. കുക്ക് ചെയ്യുന്ന സമയത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നോക്കിയിട്ട് ഉപ്പ് കുറച്ചും കൂടെ ഇട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് മയോണൈസ് ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. മയോണൈസ് എല്ലാ സ്ഥലത്തും ആവുന്നത് വരെ നല്ല കോട്ടാവുന്നത് വരെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതായിട്ട് തിക്കാവുന്നെങ്കിൽ ഒരു സ്പൂൺ പാലും കൂടെ ഒഴിച്ചു കൊടുത്താൽ അതത്ര നല്ല തിക്കാവില്ല. ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയത് വെജ് സാലഡാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ മുട്ട സ്ക്രാമ്പിൾ ചെയ്തിട്ട് കൊടുക്കാം. നമ്മൾ കൊച്ചുകുട്ടികളൊക്കെ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ പാടായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ മയോണൈസൊക്കെ ഇട്ട് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നല്ല കഴിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ആപ്പിളും കൂടെ ഇടാം. ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സാലഡാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. സാധാരണ കറി വയ്ക്കും വെജിറ്റബിൾസ് വെച്ച് കറി വയ്ക്കുമ്പോഴൊന്നും ഞാൻ കഴിക്കാറില്ല. പക്ഷെ എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു. ഇത് നമുക്ക് ടോസ്റ്റ് ചെയ്ത ബ്രെഡിൻ്റെ കൂടെയും ഫ്രൈഡ് ചിക്കൻ റെസിപ്പീസിൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.